വർഷം അവരുടെ കാലാവധി 3 വർഷമാണ്. 3 വർഷത്തെ പൂർത്തിയായി. ഇനി ഒന്നുകിൽ എക്സ്റ്റൻഷൻ കൊടുക്കാം, അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ DHSന് ചാർജാണ് കൊടുത്തിട്ടുള്ളത്. പുതിയ ആളെ നിയമിച്ചതിൽ ചാർജ് കൊടുത്തു. മാത്രമല്ല അവർ ചില നടപടികൾ ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കാതെ ചെയ്തു. ഇപ്പോൾ ശബരിമലയിൽ തന്നെ ഡോക്ടർമാരുടെ സേവനം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ഒരു ഗവൺമെൻറ് വന്ന് ആ ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചാർജ് എടുത്ത് 48 മണിക്കൂറിന് മുമ്പ് അവരുമായിട്ട് ആലോചിക്കാതെ ഒരു ലെറ്റർ കൊടുത്തു. അത് തെറ്റാണത്. പക്ഷേ മാറ്റിയതിൻ്റെ കാരണം ഈ 3 വർഷം കംപ്ലീറ്റായി. ഞാൻ പറയാം 3 വർഷം അവർ കംപ്ലീറ്റായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നോട്ട് കൂടെ ഉണ്ട്. ഇല്ല, ലീവ് എടുത്ത ലീവ് അല്ല, ഇല്ല, ലീവ് ഒരു കുറ്റമല്ല. അല്ല, ഞാൻ പറയുന്നത് അല്ല, അവർ ലീവ് എടുക്കുക ഒരു 15-2 ദിവസം എന്നുള്ളതല്ല. ഈ ഒരു കാരണം കൊണ്ടും സർക്കാരിൻ്റെ ആലോചിക്കാതെ ചില നടപടികൾ സ്വീകരിച്ചതുകൊണ്ടും അവരെ മാറ്റി. ഏതാ അല്ല, 15 ദിവസത്തെ ലീവിൻ്റെ ഒക്കെ അതിൻ്റെ ഒരു കുറ്റമായിട്ടൊന്നും ഗവൺമെൻറ് കാണുന്നില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, 3 വർഷമായി. പിന്നെ അത് സർക്കാരിൻ്റെ സിസ്റ്റത്തിനോട് സഹകരിക്കാത്തവരോട് ഞങ്ങൾ ആ രീതിയിലുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. അത് സംശയമാണ്. ഇത് നടപടിയല്ല, എന്നാൽ ചെയ്തതിനോട് സർക്കാരിന് വിയോജിപ്പുണ്ട്. ഒന്ന്, ഇതുപോലത്തെ കത്തുകൾ കൊടുക്കുമ്പോൾ വകുപ്പ് മന്ത്രിയോ ഗവൺമെൻറ്റോ അറിയണം. എന്തടിസ്ഥാനത്തിലാണ് പറയുക ഡോക്ടർമാരെ കൊടുക്കില്ല? അത് ഗവൺമെൻറ് ചുമതലയല്ലേ? ഭക്തന്മാരുടെ താല്പര്യം നോക്കേണ്ടത് ഗവൺമെൻറ് ചുമതലയല്ലേ? അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ കത്ത് കൊടുത്തത് ശരിയല്ല. അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. നടപടിയെന്നോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏതായാലും അവർ ട്രാൻസ്ഫർ ചെയ്തു. റീജിയണൽ ലാബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇതേ പോസ്റ്റാണ്.